ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 3 സ്റ്റെപ്പുകളെ കുറിച്ചാണ്. ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗേൾസിന്റെ പുറകെ പോകുന്നതിന് പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കുട്ടി നിങ്ങളുടെ പുറകെ വരും. അതിന് യൂസ്ഫുൾ ആവുന്ന 3 ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ കാര്യമാണ് ഡോണ്ട് ട്രീറ്റ് ലൈക്ക് എ സെലിബ്രിറ്റി. നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ പുറകെ വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് കാണാതിരിക്കുക. അവർ നമ്മളെക്കാട്ടിലും എത്രയോ മുകളിലാണ്, അവർക്ക് നമ്മളെക്കാട്ടിലും ഒരുപാട് സൗന്ദര്യമുണ്ട്. അങ്ങനെ നമ്മൾ അവരൊരു സെലിബ്രിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മെസ്സേജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മൾ അവർക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ അവർ മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ നമ്മൾ സഡൻ ആയിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു. അവരുടെ മെസ്സേജിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, അതേപോലെ തന്നെ അവരൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. അവരുടെ മെസ്സേജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാത്തു നിൽക്കുന്നു, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അവരുടെ ആ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്. ഇതൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു ഫാൻ ബോയ് ആയിട്ടാണ് അവർ കാണുള്ളൂ. അതുപോലെ തന്നെ അവരുടെ പുറകിൽ നടക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ അവർ കാണാൻ ശ്രമിക്കുകയുള്ളൂ. അവരുടെ പുറകിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, അതിലൊരാൾ മാത്രമായിരിക്കും നമ്മൾ. പക്ഷെ ആ ഒരു രീതിയിലല്ല അവർ നമ്മളെ കാണേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഒരു ഫാൻ ബോയ് ആയിട്ടല്ലല്ലോ അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ഒപ്പം നടക്കുന്ന, നമുക്കൊരു വാല്യൂ തരുന്ന, നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് അവർ നമ്മുടെ ഒപ്പം വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ അവരെ കാണാതിരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ബെഗ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആവാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ നമ്മൾ വിടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രസൻസ് അവർക്ക് വേണം, എന്നാലും നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും വിട്ടുകൊണ്ട് നമ്മളൊരു ബെഗ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് ആവാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമ്മൾ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുടെ ആ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിലേക്ക് അവരുടെ മനസ്സിൽ പതിയാതിരിക്കുക. അവരുടെ ചാറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് മെസ്സേജ് ഉണ്ടായിരിക്കും, അതിലൊരു മെസ്സേജ് മാത്രമായിരിക്കും അല്ലെങ്കിൽ അതിലൊരു വ്യക്തി മാത്രമായിരിക്കും നമ്മളുണ്ടായിരിക്കുക. അതല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി ബെഗ് ചെയ്യാതെ, അവരുടെ ഒരു മെസ്സേജിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാതെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാതെ, അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മെസ്സേജ് അയക്കുന്നു, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ മെസ്സേജ് അയക്കാതെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബെഗ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആവാതിരിക്കാൻ ശ്രമിക്കുക. അവരെ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ആളായി, ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. അവരും നമ്മുടെ ഒപ്പമുള്ള, നമ്മുടെ പെണ്ണാണ് എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ അവരെ കാണാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ അവരെ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ബി ഹോണസ്റ്റ് വിത്ത് ഹെർ. നമ്മൾ ഹോണസ്റ്റ് ആവണം. നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. നമുക്കൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചായി നമ്മുടെ ചാറ്റിങ്ങിലും കോളിങ്ങിലും അങ്ങനെ കുറച്ചായിട്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കാതെ, നമുക്കൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പണായി ഹോണസ്റ്റ് ആയിട്ട് തന്നെ നമ്മളത് പറയാൻ ശ്രമിക്കുക. നമുക്കൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓപ്പണായിട്ട് നമ്മൾ ഒരു മടിയും കൂടാതെ നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ തുറന്ന് പറഞ്ഞിരിക്കണം, നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കണം. ആ ഒരു കാര്യം അവർ ബോയ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ തിരയുന്ന ആ ഒരു ബോയ്സിൽ ഇത്തരത്തിലുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അതായത് എല്ലാ കാര്യവും ഒരു മടിയും കൂടാതെ, ഒന്നും മറച്ചു വെക്കാതെ, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും അവളോട് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്ന ആ ഒരു ബോയ് ആയിരിക്കും അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. നമുക്കൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറയാൻ തന്നെ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും അത് മൂടി വെക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് അവരോട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടത് പറയാൻ ശ്രമിക്കുക. അതൊരിക്കലും അവരുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ചാറ്റിങ്ങിലൂടെയോ അങ്ങനെയൊന്നും നമ്മൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ മുഖത്ത് നോക്കി നേരിട്ട് തന്നെ നമ്മളത് പറയാൻ ശ്രമിക്കുക. അതവർ ബോയ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് മനസ്സിൽ വെച്ച് നമ്മളത് എക്സ്പ്രസ് ചെയ്യാതെ അങ്ങനെ ഒരു രീതിക്കല്ല. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നേരിട്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പറയാൻ ശ്രമിക്കുക. നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. അതിപ്പോൾ പ്രപ്പോസ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എന്തൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഹോണസ്റ്റ് ആയിരിക്കണം. എല്ലാ കാര്യവും നമ്മൾ തുറന്നു പറഞ്ഞിരിക്കണം. ഒന്നും സീക്രട്ടായിട്ട് വെക്കാതെ എല്ലാം പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഒന്നൊരു മടിയോ കാര്യങ്ങളോ കാണിക്കാതെ നമ്മുടെ ഇഷ്ടവും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ അടുത്ത് നമ്മൾ തുറന്നു പറഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള ഒരു ബോയ്സിനായിരിക്കും ഗേൾസിന് കൂടുതലായിട്ടും ഇഷ്ടപ്പെടേണ്ടായിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് ബി എ 1% മെൻ. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ബോയ് ആ ഒരു 1%ൽ ഒരാളായിരിക്കണം.
അതായത് ഭൂരിഭാഗം ബോയ്സും ഒരു ഗേളിനെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ പോവുക, അവരെ ചേസ് ചെയ്യുക, അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാട്ടിക്കൂട്ടൽ പോലെ ഒരു സ്റ്റാറ്റസ് ഇടുക, കുറേ പിക്സ് പോസ്റ്റ് ചെയ്യുക, ഒക്കെ അവർ കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ ബാക്കി 1% മെൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ഗോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അവരൊരിക്കലും ഒരു ഗേളിൻ്റെ പുറകെ പോവോ അവരെ ചേസ് ചെയ്യാനൊന്നും അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ അവരോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, അവരുടെ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനുള്ള ആ ഒരു തിരക്കിലായിരിക്കും അവർ. അതിനിടയിൽ അവർ ചിലപ്പോൾ ഇതിനൊന്നും സമയം കണ്ടെത്തുണ്ടായിരിക്കില്ല. ആ ഒരു ലക്ഷ്യം നേടുന്നതിൻ്റെ ഇടയിലായിരിക്കും അവർ. എന്ന് വെച്ചാൽ അവരോടുള്ള ഇഷ്ടം ഇല്ല എന്നല്ല, സ്നേഹം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നല്ല. അവരുടെ ഒരു ലൈഫ് ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ സ്വന്തമാക്കുന്നതിനും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുന്നതിനായിരിക്കും അവർ ശ്രമിക്കുക. നിങ്ങൾ ഈ 1%ലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു ഗേൾ നിങ്ങളുടെ പുറകെ വരുന്നതിനും, അല്ലെങ്കിൽ ഒരുപാട് ഗേൾസ് നിങ്ങളുടെ പുറകെ വരുന്നതിനും, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതിനും ഒക്കെ ഇൻട്രസ്റ്റ് കാണിക്കും. ഒരിക്കലും നിങ്ങൾ അവരുടെ പുറകെ പോകേണ്ടത് ആവശ്യമില്ല. പക്ഷേ ബാക്കി 99% ഒരാളാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഗോൾ മനസ്സിലാക്കിയോണ്ട്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കിയോണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരിക്കലും അവരുടെ പിന്നാലെ നടക്കുകയോ അവരെ ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനോ ആ ഒരു രീതിയിലല്ലാതെ നിങ്ങളുടെ ലൈഫ് ഗോൾസ് മനസ്സിലാക്കിയോണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ഒരു 3 കാര്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഗേൾ നിങ്ങളുടെ പുറകെ വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരിക്കുക. കാരണം അവരുടെ ചാറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടായിരിക്കും, അതിലൊരാൾ മാത്രമായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ എല്ലാമാണെന്ന് മനസ്സിലാക്കിയോണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ആളാണ് എന്ന് നിങ്ങൾക്കൊരു ആ ഒരു രീതിയിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോവേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ കാണാതിരിക്കുക. അവർക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മെസ്സേജ് അയച്ചുകൊണ്ട് അവരുടെ മെസ്സേജിന് നമ്മൾ സഡനായിട്ട് റിപ്ലൈ എടുത്തുകൊണ്ട് ആ ഒരു രീതിക്കല്ലാതെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോണ്ട് നമ്മൾ ബെഗ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് അല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ബി ഹോണസ്റ്റ് വിത്ത് ഹെർ. നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറഞ്ഞിരിക്കണം. നമുക്കൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കാതെ അല്ലെങ്കിൽ കുറച്ചായിട്ട് നമ്മൾ സൂചിപ്പിക്കാതെ നമ്മൾ നേരെ അവരുടെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അവരുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ അവരുടെ അറിയുന്ന ആൾക്കാർ വഴിയോ ഒന്നും അല്ലാതെ നമ്മൾ നേരിട്ട് നമ്മൾ അവരോട് പറയാൻ ശ്രമിക്കുക. അത് ഗേൾസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു 1% മെന്നിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് ഗോൾസ് മനസ്സിലാക്കിയുണ്ട്, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ശേഷം നിങ്ങൾ അവർക്ക് വേണ്ടി അവരെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ അവരെ ചേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്നുകൊണ്ടോ അവരെ കാണിക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടാതെ നിങ്ങളുടെ ലൈഫ് ഗോൾസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗേൾ നിങ്ങളുടെ പുറകെ വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.